തിരുവനന്തപുരം റൂറൽ ജില്ലാ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ പ്രസിഡന്റ് ശ്രീ ബിജു ടി, സ്വാഗതം ആശംസിച്ച സെക്രട്ടറി ശ്രീ രഞ്ജിത്ത്, മുഖ്യ പ്രഭാഷണം നടത്തിയ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ കെ എം ലാജി, മുഖ്യ അതിഥിയായി ഇവിടെ എത്തിച്ചേർന്ന ജില്ലാ പോലീസ് മേധാവി ശ്രീമതി കിരൺ നാരായൺ IPS, വേദിയിൽ സന്നിഹിതനായിരിക്കുന്ന വർക്കലയുടെ ASP ശ്രീ ദീപക് ധൻകർ IPS, ജ്യോതിഷ് അടക്കം വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന അസോസിയേഷന്റെ ഭാരവാഹികൾ, ഈ പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുത്തിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, ബിജു സൂചിപ്പിച്ചതുപോലെ ദൂരെ നിന്നെല്ലാം പ്രതിനിധികൾ എത്തിച്ചേരാനുണ്ട്. നല്ല മഴയാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ പ്രതിനിധി സമ്മേളനത്തിന് ഒരല്പം മാറ്റ് കുറച്ചിട്ടുണ്ട്. കേരളത്തിലെ പോലീസ് എല്ലാവരും പറയുന്നത് പോലെ ഇന്ത്യക്ക് ഒരുപക്ഷെ ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള പോലീസ് സംവിധാനമാണ്. പണ്ട് കാലത്ത് വലിയ വിദ്യാഭ്യാസമുള്ളവർ പോലീസിലേക്ക് വരുമായിരുന്നില്ല. ഇന്ന് എഡ്യൂക്കേഷന്റെ ഭാഗമായി അല്ലെങ്കിൽ എഡ്യൂക്കേഷന്റെ കാര്യം പരിശോധിച്ചാൽ എഞ്ചിനീയർമാർ വരെ പോലീസിലേക്ക് റിക്രൂട്ട് ചെയ്തു വരുന്ന സാഹചര്യം ഉണ്ട്. പോലീസുകാരുടെ സ്വഭാവത്തിലും അവരുടെ പ്രവർത്തനത്തിലും വലിയ മാറ്റമാണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചിരിക്കുന്നത്. വലിയ മാറ്റമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബൗദ്ധികമായി, ബുദ്ധിപരമായി, ഇന്റലക്ച്വലായി നമ്മുടെ സേനാംഗങ്ങൾ മറ്റേതൊരു സ്ഥലത്തെയും സേനാംഗങ്ങളെക്കാൾ കിടപിടിക്കുന്നതാണ്, ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നവരാണ് എന്ന് നമുക്കറിയാം. ഞാൻ ഈ പ്രതിനിധി സമ്മേളനത്തിൽ കൂടുതലായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ബഹുമാനിയായിട്ടുള്ള നമ്മുടെ ജില്ലയുടെ പോലീസ് മേധാവി അടക്കം പങ്കെടുക്കുന്ന ഈ പരിപാടി നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് പൊതുവായി നാമെല്ലാം ചിന്തിക്കുന്ന തരത്തിൽ എത്രത്തോളം നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കണം. കേരളത്തിന്റെ പൊതുവായിട്ടുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്കറിയാം. ഇന്ത്യയുടെ ഭരണഘടന, കോൺസ്റ്റിറ്റ്യൂഷൻ വിഭാവന ചെയ്യുന്നത് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള വലിയ ഒരു ബന്ധമാണ്. സംസ്ഥാനങ്ങളെ സഹായിക്കാനുള്ള ബാധ്യത കേന്ദ്ര ഗവൺമെന്റിനുണ്ട്. സെൻട്രൽ ഗവൺമെന്റ് അത്തരം ചില കാര്യങ്ങൾ സ്വാതന്ത്ര്യാനന്തരം തന്നെ ചെയ്തു വന്നിരുന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ഫെഡറൽ സംവിധാനത്തെയാണ് മുൻനിർത്തുന്നത്. ആ ഫെഡറൽ സംവിധാനം എത്രത്തോളം ശക്തി ആർജിക്കുമോ, സ്ട്രോങ് ആകുമോ, അത് രാജ്യത്തിന് തന്നെ ഏറ്റവും ശക്തമായിട്ടുള്ള നിലയിലേക്ക് വരും. നമ്മുടെ രാജ്യത്തെ സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും ആ കേന്ദ്രഭരണ പ്രദേശങ്ങളെയും അടക്കം സംരക്ഷിക്കാനുള്ള ബാധ്യത സെൻട്രൽ ഗവൺമെന്റിനുണ്ട്. പക്ഷെ അത് എത്രത്തോളം നടക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തിനാണ് കേരളം ഇന്ന് ബുദ്ധിമുട്ടുന്നത്? കേരളം ബുദ്ധിമുട്ടുന്നത് സാമ്പത്തികമായിട്ടുള്ള ഒരു വലിയ ബുദ്ധിമുട്ടാണ് കേരളം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടിനെ സഹായിക്കാൻ ഭരണഘടനാപരമായി തന്നെ കേന്ദ്ര ഗവൺമെന്റിന് സാധിക്കണം. അത് പലപ്പോഴായിട്ടില്ലാത്ത ഒരു സാഹചര്യം വരികയാണ്. അങ്ങനെ വരുമ്പോഴാണ് ശമ്പളം മുടങ്ങുന്നത്, അങ്ങനെ വരുമ്പോഴാണ് DA മുടങ്ങുന്നത്, അങ്ങനെ വരുമ്പോഴാണ് പുതിയ ആളുകളെ നിയമിക്കുന്നതിന് ബുദ്ധിമുട്ട് വരുന്നത്, അങ്ങനെ വരുമ്പോഴാണ് ധാരാളം സ്വാഭാവികമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് നാം പോകുന്നത്. അധികമായി തന്നില്ലെങ്കിലും നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കേരളത്തിന് ലഭിക്കണം.
ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞു, പോലീസ് സേനയിൽ വനിതകളുടെ എണ്ണം വർദ്ധിപ്പിക്കും, വനിതാ ബറ്റാലിയൻ, വുമൺ ബറ്റാലിയൻ കൂടുതൽ ഉണ്ടാകും സംസ്ഥാനത്ത്. പക്ഷേ നമുക്കവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ശമ്പളം കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണ്ടേ? പലപ്പോഴും പറ്റുന്നില്ല. ഇവിടെ കഴിഞ്ഞ പോലീസ് റാങ്ക് ലിസ്റ്റ് വലിയ സമരമാണ് റാങ്ക് ലിസ്റ്റിലുള്ളവർ നടത്തിയത്. കാരണം എന്താ? ഒരു റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് നിലവിലുണ്ടായിരുന്ന